അതിതീവ്ര മഴയുടെ മുന്നറിയിപ്പാണ് സംസ്ഥാനത്തെ പല ജില്ലകളിലുമുള്ളത്. പത്തനംതിട്ടയിലും ഇടുക്കിയിലും റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് രാത്രി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശക്തമായ മഴ പെയ്തു. കാസർഗോഡ് ജില്ലയിൽ വെള്ളക്കെട്ട് അതിരൂക്ഷമാണ്. ദേശീയപാതയിൽ ചെറുവത്തൂർ വീരമലക്കുന്ന് ഇടിഞ്ഞു എന്ന വാർത്ത പുറത്തു വരുന്നുണ്ട്. ദേശീയപാതയിൽ ചെളി നിറഞ്ഞിട്ടുണ്ട് കാസർഗോഡ്. അങ്ങനെ ഇടിമിന്നലിൽ 3 പേർക്ക് പരിക്കേറ്റ സാഹചര്യം കൂടി ഗുരുതരമായി പോകുന്നുണ്ട്. അത് വലിയ തോതിലുള്ള ആശങ്കകൾ സൃഷ്ടിക്കുന്നുണ്ട്. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് നമ്മുടെ പ്രതിനിധികൾ BV വിനോദ് തിരുവനന്തപുരത്തുണ്ട്, KV ബൈജു കാസർഗോഡുണ്ട്. വിനോദ്, തലസ്ഥാനത്തെ അവസ്ഥ ഈ മഴക്കാലം തുടങ്ങിയ സമയം മുതൽ അതിമോശമാണ്. കാരണം പല മേഖലകളിലും വെള്ളക്കെട്ടുണ്ടാകുന്നു. തമ്പാനൂരൊക്കെ ഓപ്പറേഷൻ അനന്തയൊക്കെ ഏത് തരത്തിലായി എന്ന് നമ്മൾ കുറച്ച് ദിവസമായി ചർച്ച ചെയ്യുന്നുണ്ട്. ഇന്നും ശക്തമായ മഴയാണോ? ഇന്നലെ രാത്രിയിലും അടക്കം വലിയ മഴ പെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇന്നും അതിന്റെ സാഹചര്യം സമാനമാണോ? രഞ്ജിത്ത്, ജില്ലയിൽ പരക്കെ മഴയുണ്ട്. ജില്ലയിൽ മാത്രമല്ല, സംസ്ഥാന വ്യാപകമായി തന്നെ ഇന്ന് മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അറിയിപ്പ്. ഇതിൽ തന്നെ ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിൽ റെഡ് അലർട്ടാണ്. തിരുവനന്തപുരം മുതൽ മലപ്പുറം വരെ ഉള്ള ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും, കോഴിക്കോട് മുതൽ കാസർഗോഡ് വരെ യെല്ലോ അലർട്ടുമാണ്. അതായത് സംസ്ഥാനത്ത് മുഴുവൻ ജില്ലകളിലും ഇന്ന് മഴയുണ്ടാകും എന്ന് തന്നെയാണ് അറിയിപ്പുള്ളത്. തിരുവനന്തപുരത്ത് ഇപ്പോഴും നേരിയ മഴയുണ്ട്. പുലർച്ചെ ശക്തമായ മഴ അനുഭവപ്പെട്ടിരുന്നു. രഞ്ജിത്ത് പറഞ്ഞതുപോലെ തന്നെ ഈ മഴക്കാലം, വേനൽ മഴ എന്ന നിലയ്ക്ക് ഈ മഴക്കാലം തുടങ്ങിയ ശേഷം തിരുവനന്തപുരം നഗരത്തിൽ വലിയ തോതിലാണ് വെള്ളക്കെട്ട് അനുഭവപ്പെട്ടത്. പ്രധാനമായും ഈ റോഡുകളുടെ പണി ഇഴഞ്ഞു നീങ്ങുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ ദുരിതങ്ങൾ. 6 മാസത്തിൽ കൂടുതലായി റോഡുകളുടെ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചിട്ട് ഇത് സമയബന്ധിതമായി പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. വകുപ്പുകളുടെ ഏകോപനമില്ലായ്മ ഇത്തരമൊരു കാര്യത്തിലേക്ക് നയിച്ചു എന്നതാണ് പ്രധാനമായും പരാതിയായി ഉയർന്നത്. തിരുവനന്തപുരത്ത് തന്നെ മേയർ പറഞ്ഞ ഉറപ്പുകൾ 2 തവണയായി ഇതിനു മുൻപ് റോഡ് പണി പൂർത്തിയാക്കുമെന്ന മേയറുടെ ഉറപ്പ് അതുതന്നെ പാലിക്കപ്പെട്ടിട്ടില്ല. അതിന്റെ ഒരു ദുരിതം തന്നെയാണ്. ദിവസങ്ങൾ മാത്രമാണ് സ്കൂൾ തുറക്കാൻ അവശേഷിക്കുന്നത്. സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെ വലയുമെന്ന കാര്യത്തിൽ, ഈ മഴ ഇങ്ങനെ തുടരുകയാണെങ്കിൽ വലയുമെന്ന കാര്യത്തിൽ തർക്കമില്ല. മാത്രവുമല്ല, മഴക്കാലം ഈ മാസം അവസാനത്തോടുകൂടി സീസൺ തുടങ്ങും എന്ന അറിയിപ്പുമുണ്ട്. അങ്ങനെയെങ്കിൽ ശക്തമായ മഴ ഈ മഴക്കാലം അതേപടി, രഞ്ജിത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ, ഇത് അതേപടി തന്നെ തുടർന്നു പോകാനുള്ള സാധ്യതയാണുള്ളത്. അങ്ങനെയെങ്കിൽ ജനജീവിതം കൂടുതൽ ദുസ്സഹമാകും. മാത്രവുമല്ല, ബംഗാൾ ഉൾക്കടലിൽ ന്യൂനപക്ഷം രൂപപ്പെടുകയാണ്. അതും കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് കാരണമാകും. ആൻഡമാനിൽ നിന്നുള്ള മഴമേഘങ്ങളുടെ സഞ്ചാരം, അതും തെക്കൻ ഇന്ത്യയുടെ സംസ്ഥാനങ്ങളിലേക്ക്, ഇന്ത്യയുടെ തെക്കൻ സംസ്ഥാനങ്ങളുടെ ഭാഗം ലക്ഷ്യമാക്കിയുള്ള സഞ്ചാരം, അത് ഈ സീസണ് തുടക്കമാകുന്ന തരത്തിലുള്ള മഴക്കാലത്തിന് തുടക്കമിടും എന്ന നിലയ്ക്കുള്ള പ്രവചനങ്ങൾ, കാലാവസ്ഥാ പ്രവചനങ്ങൾ, ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോഴാണ് ഈ ഇനിയുള്ള ദിവസങ്ങളിൽ മഴ ഇങ്ങനെ തുടർന്നാൽ ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് എത്രമാത്രം ഉണ്ടാകുക എന്ന കാര്യത്തിൽ വലിയ ആശങ്ക ഉയർന്നു വരുന്നത്. മാത്രവുമല്ല, മലയോര മേഖലകളിലേക്കുള്ള പാതകൾ, പ്രത്യേകിച്ച് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക്, പൊന്മുടി അടക്കം തിരുവനന്തപുരത്ത് അവിടങ്ങളിലേക്കുള്ള വഴികൾ ഇതിനകം തന്നെ പൂർണ്ണമായും അടച്ചിട്ടുണ്ട്. സഞ്ചാരികൾക്ക് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ മത്സ്യബന്ധനത്തിന് പോകരുതെന്ന, കടലിൽ പോകരുത് എന്ന ഒരു മുന്നറിയിപ്പ് കൂടി നൽകിയിട്ടുണ്ട്. അത് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിട്ടുള്ളൊരു മുന്നറിയിപ്പ് തന്നെയാണ്. ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട്. വലിയ തിരമാലയ്ക്കും സാധ്യത നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് കടലിൽ പോകുന്നതിനും മുന്നറിയിപ്പ്, പോകരുതെന്ന ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. രഞ്ജിത്ത്, തുടരുക വിനോദ്. തലസ്ഥാനവാസികൾ ദുരിതത്തിലാണ്. സ്കൂളൊക്കെ തുറക്കുമ്പോഴത്തേക്ക് ഇവിടെ സ്മാർട്ട് സിറ്റി റോഡുകളിലൊക്കെ വെള്ളം കയറി, വലിയ കുഴികൾ രൂപപ്പെട്ട റോഡുകളാണ്. അവിടെയൊക്കെ വെള്ളം കയറി ഏതാണ് റോഡ് ഏതാണ്, തോടേതാണ്, കുഴി ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത പശ്ചാത്തലം തിരുവനന്തപുരത്തുണ്ട്. ആമയിഴഞ്ചാൻ തോട്ടിലേക്ക് ചെന്നാൽ അതീവ ഗുരുതരമാണ് സ്ഥിതിഗതികൾ. അങ്ങനെ ദുരിതമയമാണ് തലസ്ഥാനത്തെ ജീവിതം എന്ന കാര്യത്തിൽ സംശയമില്ല. നമുക്ക് കാസർഗോഡേക്ക് ഒന്ന് പോകണം. കാസർഗോട്ടെ ഏറ്റവും പുതിയ സാഹചര്യം എന്ന് പറയുന്നത് അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട കുന്ന് ഇടിഞ്ഞു വീണു എന്നുള്ളതാണ്. ആ കുന്ന് അവിടുത്തെ പാരിസ്ഥിതികമായി ഏറെ പ്രാധാന്യമുള്ള ഒരു കുന്നായിരുന്നു. കാസർഗോഡ് പൈ വളികയിൽ 3 പേർക്ക് പരിക്കേറ്റു എന്ന വാർത്തകൾ പുറത്തു വരുന്ന പശ്ചാത്തലമുണ്ട്. അങ്ങനെ കാസർഗോഡ് കനത്ത മഴയിൽ കാര്യങ്കോട് പുഴയിൽ നീരൊഴുക്ക് വർദ്ധിച്ചിട്ടുണ്ട്. ഇരുകരകളിലുമുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. ദേശീയപാതയിൽ ചെറുവത്തൂർ വീരമലക്കുന്ന് എന്ന് പറഞ്ഞാൽ അവിടുത്തെ പാരിസ്ഥിതികമായി ഏറെ പ്രാധാന്യമുള്ള ഒരു പ്രദേശമാണ്. അവിടെ ഇടിഞ്ഞിട്ട് റോഡിലേക്ക് ഈ മണ്ണും വെള്ളവും ഒരുമിച്ച് ശക്തമായി ഒഴുകി വരുന്ന സാഹചര്യമുണ്ട്. പൈവളികയിലാണ് നേരത്തെ പറഞ്ഞ പോലെ 3 പേർക്ക് ഇടിമിന്നലിൽ പരിക്കേറ്റത്. 2 വീടുകൾ കേടുപാടുണ്ടായി. അങ്ങനെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. ഈ റോഡ് തോടായ ദൃശ്യങ്ങൾ കാണാം. അവിടെ ഒരാൾ വാഹനം തള്ളി നീക്കുന്നു, താഴേക്ക് വീഴുന്ന ദൃശ്യങ്ങളാണ്. അതൊക്കെ വളരെ ഭീകരമായ സംഭവങ്ങളാണ്. ജനത്തിൻ്റെ ഗതികേടാണ്. ഈ വീരമലക്കുന്നാണ് പ്രേക്ഷകർ കാണുന്നത്. ഈ വീരമലക്കുന്ന് ഇടിഞ്ഞ്
ദൃശ്യങ്ങളിൽ കാണാം. ഇടിഞ്ഞിട്ട് ഈ വെള്ളം അതിശക്തമായി വെള്ളവും മണ്ണും റോഡിലേക്ക് കുതിച്ചെത്തുന്ന കാഴ്ചകൾ കൂടി ദൃശ്യങ്ങളിൽ കാണാം. അത്ര ശക്തമാണ് കാസർഗോട്ട് മഴ. ബൈജു ഉണ്ട്. ബൈജു, സാഹചര്യം ഗുരുതരമാണല്ലേ? തീർച്ചയായും രഞ്ജിത്തെ, കനത്ത മഴ ഇപ്പോഴും തുടരുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് ദേശീയപാതയിലെ ഒരു കാഴ്ചയാണ്. ഇത് ചെറുവത്തൂറിനടുത്ത് വീരമലക്കുന്നിൽ നിന്നും ഇത്തരത്തിൽ മണ്ണും അതുപോലെ തന്നെ വെള്ളവും റോഡിലേക്ക് വരുന്ന ഒരു സാഹചര്യം. നിരവധി വാഹനങ്ങളാണ് ഇതുവഴി കടന്നു പോകുന്നത്. മാത്രമല്ല ഇവിടെ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് ഈ കുന്നിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. കഴിഞ്ഞ മഴക്കാലത്തും വലിയ തോതിൽ വാർത്തയായ ഒരു പ്രദേശമാണ് ഇത്. വലിയ തോതിലുള്ള അപകട ഭീഷണി ഉയർത്തുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ ഏതായാലും ഈ സ്ഥിതി തുടരുകയാണെങ്കിൽ ദേശീയപാതയിൽ ഗതാഗത തടസ്സം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം ഇതുവഴി വാഹനങ്ങൾ പോകുന്നത് അപകടമാണെന്ന് കഴിഞ്ഞ തവണയും ഇതേ സമാനമായ പ്രശ്നമുണ്ടായിരുന്നു. ഇതിനിടയിലാണ് ഇടിമിന്നലേറ്റ് 3 പേർക്ക് പരിക്കേറ്റത്. പൈവെളികയിലാണ് സംഭവം. അവിടെ 2 വീടുകൾക്ക് കേടുപാടും ഉണ്ടായിട്ടുണ്ട്. പൈവെളിക കയ്യാർ ബോളമ്പാടിയിലെ യമുന, അവരുടെ മക്കളായ പ്രമോദ്, സുധീർ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഏതായാലും ഈ ഇടിമിന്നലിന്റെ വീടിന്റെ ഓടുകൾ ഇളകി വീണാണ് ഇവർക്ക് പരിക്കേറ്റത്. ഈ അപകടമുണ്ടായ വീടിനടുത്ത് പുതുതായി നിർമ്മിച്ച കോൺക്രീറ്റ് വീടിനാണ് വിള്ളലുണ്ടായിട്ടുള്ളത്. എന്തായാലും ഈ കാര്യങ്കോട് പുഴയിലാണ് ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നമുള്ളത്. ഇവിടെ നീരൊഴുക്ക് വർദ്ധിച്ചിട്ടുണ്ട്. അതോടൊപ്പം നീലേശ്വരം പാലായി റെഗുലേറ്റർ കം ബ്രിഡ്ജിലേക്കുള്ള ജലനിരപ്പ് അപകട നിലയിലേക്ക് ക്രമാതീതമായി കൂടുന്ന സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും ജലനിരപ്പ് നിയന്ത്രിക്കുന്നതിന് ഈ ഷട്ടറുകൾ ഏത് സമയത്തും തുറക്കുമെന്നാണ് ജലസേചന വകുപ്പിന്റെ മുന്നറിയിപ്പുള്ളത്. കാര്യങ്കോട് പുഴയുടെ ഇരുകരയിലുള്ള തീരദേശവാസികൾക്ക് ജില്ലാ ഭരണകൂടം ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഏതായാലും മലയോര മേഖലകളിലും ശക്തമായ മഴ ഇപ്പോഴും തുടരുന്നു. തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പുണ്ട്. ഏതായാലും ഈ വീരമലക്കുന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനം. നിരവധി വാഹനങ്ങളാണ് ഇതുവഴി കടന്നു പോകുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം. ഇത്തരത്തിൽ ഈ കുന്ന് ഇടിഞ്ഞ് വീണുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. വലിയ ഈ വീരമലക്കുന്നിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പാരിസ്ഥിതികമായി ഏറെ പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണല്ലേ ഈ. ഒപ്പം മഴയുടെ ഒരു അവസ്ഥ സാധാരണ വേനൽ മഴ പോലെയുള്ളൊരു മഴയാണോ കാസർഗോഡ് പെയ്യുന്നത്? ഒരു കാലവർഷത്തിന്റെ പ്രതീതി തന്നെയല്ലേ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്? തീർച്ചയായും വേനൽ മഴയാണെങ്കിലും ഒരു കാലവർഷത്തിന്റെ പ്രതീതി തന്നെയാണ് ഉള്ളത്. കഴിഞ്ഞ 24 മണിക്കൂറായി തുടർച്ചയായി മഴ പെയ്യുന്ന ഒരു സാഹചര്യം ജില്ലയിലുണ്ട്. അതിനുശേഷമാണ് ഇത്തരത്തിൽ ജലനിരപ്പൊക്കെ ഉയരാൻ തുടങ്ങിയത്. എന്നാലും വീരമലക്കുന്ന് ഒരുപാട് ചരിത്ര സംഭവങ്ങളുള്ള കുന്നാണ്. ഇത് ഇടിച്ച് റോഡിന് വേണ്ടി ഇടിച്ച് എടുത്ത സാഹചര്യം വലിയ പ്രതിഷേധം ഉയർന്നിരുന്നു. ഇത് പരിഹരിക്കണമെന്ന് കഴിഞ്ഞ വർഷകാലത്ത് തന്നെ നിരവധി ആവശ്യങ്ങൾ ഇത്തരത്തിൽ ഉയർന്നിരുന്നു. പക്ഷേ ഇപ്പോഴും അതേ അവസ്ഥയിലാണുള്ളത്. മഴ ശക്തമായാൽ ഈ കുന്ന് പൂർണ്ണമായും ഇടിഞ്ഞ് റോഡിലേക്ക് വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അത്തരത്തിലാണ് അതിന്റെ ഒരു ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് ആ ഭീകരതയിൽ നിന്ന് കാണാം. അത് വാഹനങ്ങൾ, ബസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ ഇതുവഴി കടന്നു പോകുന്നത് കാണാം. ഏതായാലും ചെറുവാഹനങ്ങൾക്ക് ഇതുവഴി യാത്ര ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നു. എന്തായാലും ഇത് ഗതാഗത തടസ്സം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ തവണയും റോഡ് അടച്ചിടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. കാലവർഷത്തിൽ റോഡ് വഴിതിരിച്ചുവിടുന്ന വാഹനങ്ങൾ വഴിതിരിച്ചുവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അത്തരം ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ നീങ്ങുന്നത്. ഇന്നും മഴ ശക്തമായാൽ കൂടുതൽ അപകടകരമായ ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങും എന്ന് തന്നെ പറയേണ്ടി വരും. ഇന്നലെ രാത്രിയിലൊക്കെ വലിയ മഴ ഉണ്ടായിരുന്നോ ബൈജു? രാത്രിയിൽ മഴയായിരുന്നോ? രാത്രി നിർത്താതെ പെയ്യുന്ന ഒരു മഴയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഇപ്പോഴും ആ മഴ അതേ രീതിയിൽ തുടരുന്നുണ്ട്. അത് തന്നെയാണ് ജില്ലയിൽ ഒരു ആശങ്ക ഉയർത്തുന്നത്. ഏതായാലും ജില്ലാ ഭരണകൂടം ഇത് നേരിടാൻ, ഏത് അടിയന്തര സാഹചര്യം നേരിടാനും സജ്ജമാണെന്ന് ജില്ലാ കലക്ടർ അറിയിച്ചിട്ടുണ്ട്. ഏതായാലും അത്തരത്തിൽ ജാഗ്രത ഉണ്ടാവണമെന്ന ഒരു നിർദ്ദേശം ഉണ്ട്. തീരദേശവാസികൾക്കും അതുപോലെ തന്നെ വലിയ തിരമാലകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പുണ്ട്. ഒപ്പം ഇടിമിന്നൽ, വരും സമയങ്ങളിൽ ഇടിമിന്നലും ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പുമുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ ജാഗ്രത ഉണ്ടാകണമെന്ന ഒരു അറിയിപ്പും ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്നുണ്ട്. എന്തായാലും ഈ മഴ ഇപ്പോഴും തുടരുന്നുണ്ട്. രഞ്ജിത്ത്, അതാണ് കാസർഗോട്ടെ സാഹചര്യം. വീരമല കുന്ന് പോലെ ഒരു പ്രധാനപ്പെട്ട ഒരു കുന്ന് അത് ഇടിഞ്ഞു വീഴുന്നു. അവിടെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ ആ വലിയ വെള്ളക്കെട്ടിൽ കൂടി വാഹനം എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തി കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ഒരാളുടെ ദൃശ്യമാണ് കാണുന്നത്. പക്ഷേ ആ വാഹനത്തിൽ നിന്ന് മറിഞ്ഞു വീഴുകയാണ്. എത്ര അപകടമാണെന്ന് ആലോചിച്ച് നോക്കണം. ഏത് തരത്തിലാണ് ഈ വെള്ളത്തിൻ്റെ ഒരു ഗുരുതര സ്വഭാവം എന്നുകൂടി ഇതിനോട് ചേർത്ത് നമ്മൾ കാണേണ്ടതുണ്ട്. അങ്ങനെ ഈ മഴ നമ്മുടെ സംസ്ഥാനത്തുണ്ടാക്കിയ ചില്ലറയല്ല പ്രശ്നങ്ങൾ. വിനോദ് ഈ എത്ര ദിവസത്തേക്കുള്ള മഴ തലസ്ഥാനത്ത് ഉണ്ടാകുമെന്നുള്ളതാണ്. നമ്മൾ ഈ തലസ്ഥാന നിവാസികളുടെ ദുരിതമൊക്കെ ഒരുപാട് ചർച്ച ചെയ്ത് പഴകി എന്ന് വേണമെങ്കിൽ പറയാം.
ഇപ്പോൾ കഴിഞ്ഞ ദിവസം മന്ത്രിയുടെ ഒരു യോഗമൊക്കെ ചേർന്ന് 15 ദിവസത്തിനകം അടുത്ത മാസം 15-നകം റോഡ് പണി തീർക്കുമെന്ന് പറയുന്നു, വെള്ളക്കെട്ട് ഒഴിവാക്കുമെന്ന് പറയുന്നു. അതിനുള്ള എന്തെങ്കിലും ഒരുക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ടോ? ഈ വാഗ്ദാനങ്ങളല്ലാതെ ഇത്തവണയെങ്കിലും കാലവർഷകാലത്ത് നമ്മുടെ പല ജില്ലകളിൽ നിന്നും തമ്പാനൂർ സ്റ്റേഷനിൽ ഇറങ്ങുന്ന യാത്രക്കാർക്ക് ഒക്കെ സ്വസ്ഥമായിട്ട് അവരവരുടെ സ്ഥലങ്ങളിൽ എത്താൻ സാധിക്കുമോ? രഞ്ജിത്ത്, ഏപ്രിലോടുകൂടിയെങ്കിലും നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാക്കുമെന്ന ഉറപ്പ് ആണ് നേരത്തെ നൽകിയത്. അത് രണ്ടാം ഘട്ടം ആയി വന്ന ഉറപ്പാണ്. പക്ഷേ ജൂൺ എത്തുമ്പോഴത്തേക്കും പലയിടങ്ങളിലും ഈ നിർമ്മാണ പ്രവൃത്തികൾ തുടരുകയാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ വഞ്ചൂർ ഭാഗത്താണെങ്കിൽ അവിടെ സ്കൂള് പ്രവർത്തിക്കുന്ന ഒരു ഇടമാണ്. വലിയ സ്കൂളുകൾ പ്രവർത്തിക്കുന്ന, കോടതി പ്രവർത്തിക്കുന്ന, ആ നിലയ്ക്ക് ജനറൽ ആശുപത്രിയിലേക്ക് പോകുന്ന ഒരു പ്രധാനപ്പെട്ട റോഡാണ്. ആ റോഡിന്റെ നിർമ്മാണം പോലും ഇഴഞ്ഞു നീങ്ങുകയാണ്. 2 ആഴ്ച പറഞ്ഞു തുടങ്ങിയ പ്രവൃത്തികളാണ് 2 മാസവും 4 മാസവും പിന്നിട്ടിട്ടും പൂർത്തിയാകാത്ത നിലയിലേക്ക് പോയത്. ഈ തരത്തിൽ പല സ്ഥലങ്ങളിലും റോഡ് നിർമ്മാണങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് തൈക്കാട് ഭാഗത്തൊക്കെ തൈക്കാട് ആശുപത്രിയുടെ മുന്നിലൊക്കെയും ഇപ്പോഴും റോഡ് നിർമ്മാണം നടക്കുന്നുണ്ട്. അതോടൊപ്പം അട്ടക്കുളങ്ങര ഭാഗത്ത് നടക്കുന്ന റോഡ് നിർമ്മാണം, ഇവിടങ്ങളിലെല്ലാം വലിയ വെള്ളക്കെട്ടുണ്ട്. പലയിടങ്ങളിലും ഇതിനകം റോഡ് നിർമ്മാണം പൂർത്തിയായി എന്ന് സർക്കാരിന് അവകാശപ്പെടാം. ചിലയിടങ്ങളിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റാച്യൂവിൽ നിന്ന് ജനറൽ ആശുപത്രിയിലേക്ക് പോകുന്ന റോഡ് അതൊക്കെ സ്മാർട്ട് റോഡാകുന്നു എന്ന നിലയ്ക്ക് സർക്കാർ നിർമ്മാണം പൂർത്തിയാക്കിയതാണ്. പക്ഷേ ഇപ്പോഴും ഈ സമയബന്ധിതമായി നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാക്കാത്തതുകൊണ്ട് ജനങ്ങൾ ബുദ്ധിമുട്ട് നേരിടുന്നു എന്നത് വ്യക്തമാണ്. മാത്രവുമല്ല, ഈ സ്കൂൾ തുറക്കുന്ന സമയത്തേക്ക് പോകുമ്പോൾ ഇത് വിദ്യാർത്ഥികൾക്ക് വലിയ തോതിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കും എന്നതും ഉറപ്പാണ്. എന്നാൽ തിരുവനന്തപുരം നഗരത്തെ സംബന്ധിച്ച് ഒരു ആശ്വാസകരമായ കാര്യം, ഈ കണ്ണമ്പുലത്തോടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കനാലുകൾ ആമഴഞ്ചാൻ തോടൊക്കെയും കരകവിഞ്ഞ് ഒഴുകുന്ന ഒരു സാഹചര്യമില്ല. ശുചീകരണ പ്രവർത്തനങ്ങൾ നേരത്തെ പൂർത്തിയാക്കിയിരുന്നു. അത് വലിയ തോതിൽ ആശ്വാസമായിട്ടുണ്ട്. രഞ്ജിത്ത്, എന്താണ് തിരുവനന്തപുരം തലസ്ഥാന സാഹചര്യം? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പത്തനംതിട്ടയിലും ഇടുക്കിയിലും റെഡ് അലേർട്ടുണ്ട്. ഈ 2 ജില്ലകളിലും ശക്തമായ മഴ രേഖപ്പെടുത്തുന്ന സാഹചര്യം കൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. വി വിനോദാണ് തിരുവനന്തപുരത്തിന് വിവരങ്ങൾ പങ്കുവച്ചത്. KV ബൈജു കാസർകോട്ടെ ദൃശ്യങ്ങളും ഒപ്പം വിവരങ്ങളും നമുക്ക് നൽകി. ഏതായാലും അതിശക്തമായ മഴ ഇന്നും തുടരും എന്നാണ് മനസ്സിലാകുന്നത്. കാസർകോട്ടെ ദൃശ്യങ്ങൾ കാണാം, പ്രേക്ഷകർക്ക് കാണാം. വലിയ വെള്ളക്കെട്ടാണ് പല റോഡുകളിലും രൂപപ്പെട്ടിട്ടുള്ളത്. പല വാഹനങ്ങളും വെള്ളക്കെട്ടിൽ അതിരൂക്ഷമായി തന്നെ പെടുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. കുന്നുകളടക്കം ഇടിഞ്ഞു വീഴുന്നു. റോഡിലേക്ക് മണ്ണും വെള്ളവും ഒരുമിച്ച് കുതിച്ചെത്തുന്ന കാഴ്ചയും മറ്റും കാണാം. അങ്ങനെ കാസർഗോഡ്, തിരുവനന്തപുരം, ഇടുക്കി, പത്തനംതിട്ട തുടങ്ങിയ ജില്ലകളിലൊക്കെ അതിരൂക്ഷമായ സാഹചര്യം നിലനിൽക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം.